ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തിൽ ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആയിരുന്നു പ്രധാന ആകർഷണം. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം പാക്കിനെ വിറപ്പിച്ച പാക് വർഷിച്ച മിസൈലുകളും ഡ്രോണുകളും നിലം പരിശാക്കിയ ഭാരതത്തിന്റെ സ്വന്തം അഹങ്കാരമാണ്. സൈനിക നടപടിയിൽ മറ്റ് നിരവധി ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളിൽ മിസൈൽ ഷീൽഡ് സംവിധാനവും ഉൾപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഇത് പ്രത്യേകം പരാമർശിക്കപ്പെട്ടു. ഈ മിസൈൽ സംവിധാനത്തിന്റെ ക്രെഡിറ്റ് അത് വികസിപ്പിക്കുന്നതിനായി 15 വർഷത്തോളം അക്ഷീണം പ്രയത്നിച്ച ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞർക്കുള്ളതാണെന്ന് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ആകാശിന്റെ അന്നത്തെ പ്രൊജക്ട് ഡയറക്ടറായിരുന്ന പ്രഹ്ലാദ രാംറാവു പറയുന്നു. ഇന്ത്യൻ സായുധ സേനയുടെ ഓപ്പറേഷൻ സിന്ദൂരിൽ കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാന്റെ വ്യോമാക്രമണം മിസൈൽ സംവിധാനം പരാജയപ്പെടുത്തിയതിന്റെ അഭിമാന നിമിഷം ആഘോഷിച്ച പ്രഹ്ലാദ രാംറാവു. അദ്ദേഹത്തിന്റെ ആശയമാണ് ആകാശ്. ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിൽ ആക്രമണം ആരംഭിച്ചപ്പോൾ ആകാശ് അതിന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനെ വിറപ്പിച്ചു. യുദ്ധവിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, എയർ ടു സർഫസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ പോലുള്ള വ്യോമ ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാൻ ആകാശിന് കഴിവുള്ളതിനാൽ ഇന്ത്യൻ സൈന്യവും അതുപോലെ വ്യോമസേനയും പടിഞ്ഞാറൻ അതിർത്തിയിൽ ഈ മിസൈൽ സംവിധാനം തന്ത്രപരമായി തന്നെ വിന്യസിച്ചിരുന്നു. തത്സമയ മൾട്ടി സെൻസർ ഡേറ്റ പ്രോസസ്സിംഗും ഒപ്പം ഭീഷണി വിലയിരുത്തലും ഏത് ദിശയിൽ നിന്നും ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം നേരിടാനും ആകാശിന് പ്രാപ്തിയുണ്ട്. 1994 300 കോടി രൂപയുടെ പ്രാരംഭ ബഡ്ജറ്റിലാണ് ഈ പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. എന്തെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ പലതവണ പരാജയപ്പെടുന്നു. ഞങ്ങളും പരാജയപ്പെട്ടു. പക്ഷെ ഞങ്ങളുടെ തെറ്റുകളിൽ നിന്ന് ഞങ്ങൾ പഠിച്ചു. സങ്കീർണമായ മൾട്ടി ഫംഗ്ഷൻ ഇലക്ട്രോണിക് സ്കാൻ ചെയ്ത ഘട്ടം ഘട്ടമായുള്ള എറേ റഡാറായ രാജേന്ദ്രയെ വികസിപ്പിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആ വെല്ലുവിളിയെ മറികടന്നു. പിന്നീട് പദ്ധതിയുടെ ബഡ്ജറ്റ് 500 കോടി രൂപയായി ഉയർത്തി. അദ്ദേഹം പറഞ്ഞു, എന്റെ കുഞ്ഞ് ഇത്രയും നന്നായി പ്രവർത്തിച്ചപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണിത്. ഇതെന്റെ പത്മ അവാർഡിനേക്കാൾ വലുതാണ്, രാമറാവു പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നടന്ന ഓപ്പറേഷൻ സിന്ദൂരിൽ സജീവമായ ഒരു സൈനിക പോരാട്ടത്തിലാണ് ആകാശ് പ്രതിരോധ സംവിധാനം ആദ്യമായി പരീക്ഷിച്ചത്. പാകിസ്ഥാൻ ഡ്രോണുകളെയും മിസൈൽ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ ഇത് വിജയകരമായി ഉപയോഗിച്ചു. തിങ്കളാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ ആകാശിന്റെ വിജയങ്ങളെക്കുറിച്ച് IAF DGMO എയർ മാർഷൽ AK ഭാരതി സംസാരിച്ചു. മെയ് 8, 9 തീയതികളിൽ രാത്രിയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ വിജയകരമായി നേരിട്ടപ്പോൾ ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനം അതിന്റെ കഴിവ് തെളിയിച്ചു. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരു മതിൽ പോലെ നിലകൊണ്ടു എന്നും ശത്രുക്കളുടെ കടന്നുകയറ്റം തടഞ്ഞുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. 1990കളുടെ തുടക്കത്തിൽ ഇന്ത്യയുടെ മിസൈൽ മാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം ആകാശ് പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊജക്ട് ഡയറക്ടറായി രാമറാവുവിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അന്ന് അദ്ദേഹത്തിന് 35 വയസ്സാണ്. ആ സമയത്ത് കലാം DRDOയുടെ കീഴിൽ ഹൈദരാബാദിലെ പ്രതിരോധ ഗവേഷണ ലബോറട്ടറി മേധാവിയായിരുന്നു. ആകാശ് ഡിഫൻസ് സിസ്റ്റം രാമറാവുവിന്റെ വിജയങ്ങളിൽ ഒന്ന് മാത്രമാണ്. 10 വ്യത്യസ്ത സർഫസ് ടു എയർ, എയർ ടു എയർ ഡിഫൻസ് സിസ്റ്റംസ് വികസിപ്പിക്കുന്നതിലും രാമറാവു ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അസ്ത്ര, ബ്രഹ്മോസ് എന്നിവയുടെ നിർമ്മാണത്തിലും അദ്ദേഹം ഒരു പങ്കുവഹിച്ചിട്ടുണ്ട്. എല്ലാത്തിലുമുപരി കാര്യക്ഷമമായ പ്രവർത്തനത്തിൽ ആകൃഷ്ടരായ അർമേനിയ 2022 ഏകദേശം 6000 കോടി രൂപ വിലമതിക്കുന്ന 15 ആകാശ് മിസൈൽ സംവിധാനങ്ങൾ വാങ്ങുന്നതിനായി ഇന്ത്യയുമായി കരാറിൽ ഒപ്പുവെച്ച ആദ്യ രാജ്യമായി മാറി. കഴിഞ്ഞ വർഷം അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഈ മധ്യേഷ്യൻ രാജ്യത്തേക്ക് മിസൈൽ സംവിധാനങ്ങളുടെ ആദ്യ ബാച്ച് അയക്കുകയും ചെയ്തു.